ശ്രീലങ്കയിലെ സുണ്ടിക്കുഴിക്കടുത്തുള്ള പാണ്ഡ്യൻ ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്താണ് 54 വയസ്സുള്ള തയാലിനി ദിലീപൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസർ താമസിച്ചിരുന്നത്. അവരുടെ കൂടെ സുവിദ്യ എന്ന് പറയുന്ന 19 വയസ്സുള്ള അവരുടെ മകൾ കൂടെ താമസിച്ചിരുന്നു. അപ്പോൾ അവർ പുതിയതായിട്ട് ആ ഒരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് താമസം മാറിയിട്ട് അധികം നാളായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു അവരങ്ങനെ ഒരു സ്ഥലം വാങ്ങിയതും അതേപോലെ തന്നെ ഒരു വീട് ബിൽഡ് ചെയ്തതും. അപ്പോൾ ഈ ഒരു തയാലിനി ദിലീപൻ ഒരു പ്രൊഫസറായിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, യൂണിവേഴ്സിറ്റി ഓഫ് ജാഫ്നയിൽ സിദ്ധ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവർക്കും ഇവർ ഭയങ്കര താല്പര്യമായിരുന്നു, സ്റ്റുഡൻസിനൊക്കെ അവർ ഭയങ്കര കാര്യമായിരുന്നു. അതായത് എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്ന, അതായത് ഫുഡ് കഴിച്ചോ കാര്യങ്ങളൊക്കെ ചെയ്തോ വീട്ടിലൊക്കെ സുഖമില്ല എന്നൊക്കെ ചോദിക്കുന്ന വളരെ കുറച്ച് പ്രൊഫസർമാരൊക്കെ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം പ്രൊഫഷണൽ കോഴ്സിലൊക്കെ നമ്മൾ പോകാന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ തന്നെ എല്ലാ കുട്ടികളുടെ അടുത്തും സ്വന്തം വീട്ടിലത്തെ ഒരാളെ പോലെ ഭയങ്കരമായിട്ട് ഇടപഴകിയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവരെന്നാണ് പറയപ്പെടുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 17, 2026 അന്നും ഒരു സാധാരണ ദിവസമായിരുന്നു. ഇവരെന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റു, കോളേജിലോട്ട് പോയി തിരിച്ചു വന്നു, വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മകളുടെ കൂടെ ഇരുന്നെങ്കിൽ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങാനായിട്ട് പോകുമായിരുന്നു. അവർ മകളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തായാലും നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണ്, നീ അധികം സമയം ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കേണ്ട, നേരെ പോയി കിടക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ അവർ ഉറങ്ങാൻ പോകുന്നത് പോലെ ഉറങ്ങാനായിട്ട് പോയി. എന്നാൽ അതായിരിക്കും അവരുടെ ജീവിതത്തിലെ അവസാനത്തെ ഉറക്കം എന്നുള്ളത് ആ ഒരു സമയത്ത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം അർദ്ധരാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് തയാലിനിയുടെ വീട്ടിൽ എന്തൊക്കെയോ ഒച്ച കേൾക്കുകയാണ്. നല്ല ഉറക്കത്തിലായിരുന്നു ഈ തയാലിനിയും മകളും. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സൗണ്ട് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ആളുകൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ തയാലിനി രാവിലെ തന്നെ കോളേജിലോട്ട് പോകാനും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാന്നുണ്ടെങ്കിലും ഡോറൊക്കെ തുറന്ന് പുറത്തോട്ടൊക്കെ വരുന്നതൊക്കെയാണ്, പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മകളെങ്കിലും പുറത്ത് കാണുന്നതാണ്. അന്നത്തെ ദിവസം ആരെയും പുറത്ത് കണ്ടില്ല. അതേപോലെ തന്നെ അവർ നോക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അവിടുത്തെ വീട്ടിൽ നിന്ന് ആളനൊക്കെ ഒന്നും അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു സംശയം അവർക്ക് ഉണ്ടായിരുന്നു. അല്ല എവിടേക്കെങ്കിലുമൊക്കെ പോകാന്നുണ്ടെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ആളുകളാണ്, സോ എന്ത് പറ്റിയെന്നുള്ളൊരു ഡൗട്ടിൽ അവരിങ്ങനെ നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെ തയാലിനിയുടെ ഒരു മകനുണ്ട്, ആളും ഒരു പ്രൊഫസറാണ്. യൂണിവേഴ്സിറ്റി ഓഫ് രാജരാജയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ആളുടെ ഒരു റൊട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വർക്കിന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് അമ്മയെ വിളിക്കും, എന്നിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആൾ വർക്കിന് പോവുക. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ അമ്മയാൾ വിളിച്ചു. എന്നാൽ ആ ഒരു സമയത്ത് അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ആൾ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു സമയത്ത് ആൾ വലിയ കാര്യമാക്കിയില്ല. അതിനുശേഷം ആളുടെ കോളേജിലോട്ട് പോയി. പിന്നെ എന്താണ് അമ്മനെ രാവിലെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ടിൽ വീണ്ടും അമ്മയുടെ ഫോണിൽ ട്രൈ ചെയ്യാണ്. എന്നാൽ ആ ഒരു ഫോൺ പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ എന്താണ് അമ്മയെ കിട്ടാത്തതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്ററെ വിളിച്ച് നോക്കി. എന്നാൽ സിസ്റ്ററുടെ ഫോണും റീച്ച് ആകുന്നുണ്ടായിരുന്നില്ല. ഇത് രണ്ടും കൂടെ ആയപ്പോൾ ആൾക്ക് ആകെപ്പാടെ പാനിക് ആവുകയാണ്. ആൾ നേരെ തന്നെ ആളുടെ അമ്മ താമസിക്കുന്ന ആ ഒരു സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ്. നേരെ അവിടെ എത്തി ആൾ നോക്കിയപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ ലോക്കാണ്. എത്ര വിളിച്ചിട്ടും അകത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയപ്പോൾ എവിടെ പോയെന്ന് അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. അകത്ത് ഇന്നലെ എന്താ പറയുക രാത്രി വരെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവർ പറയുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആളാകെപ്പാടെ പേടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, പെങ്ങളെയും അമ്മയും കാണാനില്ല, അവരെ വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല, അപ്പോൾ നിങ്ങളൊന്ന് വന്ന് നോക്കുമെന്ന് പറയണം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം ആ ഒരു ഡോറും പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെ പൊളിച്ച് അവർ നേരെ അകത്തോട്ട് കയറി. അപ്പോഴാണ് അവർ ആ ഒരു കാഴ്ച കണ്ടത്. ആ ഒരു വീടിൻ്റെ ടെറസിൽ നിന്ന് ആരോ വീട്ടിലോട്ട് എന്താ പറയുക ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന അലമാരയൊക്കെ പൊളിച്ചിട്ട് ക്യാഷും ഗോൾഡും എല്ലാം മോഷണം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സുവിദ്യയും അതുപോലെ തന്നെ തയാലിനിയും എവിടെയായി എന്നുള്ളതായി പോലീസിൻ്റെ അടുത്ത ചിന്ത. അവർ ആ ഒരു വീട് മുഴുവൻ അരിച്ചു പറക്കുകയാണ്. എന്നാൽ അവരെ രണ്ടുപേരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പോലീസുകാർ ആദ്യത്തെ ഒരു നിഗമനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രി ഇവിടെ ഏതോ കള്ളന്മാരോ മറ്റോ കയറിയിട്ടുണ്ടാവും. അതിനുശേഷം എന്താ പറയുക ഈ രണ്ട് സ്ത്രീകളെയും കീഴ്പ്പെടുത്തിയിട്ട് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ മോഷണവും നടത്തിയിട്ടുണ്ടാവും. പിന്നെ ആ വീട്ടിൽ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ DVRും ഒക്കെ നോക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ സ്റ്റോറേജ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം തന്നെ മോഷണം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെയാണ് കറക്റ്റായിട്ട് ഇരിക്കുന്നതെന്ന് അറിയുന്ന ഒരാൾ ചെയ്തൊരു മോഷണം പോലെയായിരുന്നു അവിടുത്തെ ആ ഒരു മോഷണത്തിൻ്റെ സ്ഥിതിഗതികളൊക്കെ കണ്ടപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ലിങ്കുള്ള ആളുകളായിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലോട്ടായിരുന്നു പോലീസുകാർ ആ ഒരു സമയത്ത് എത്തിയത്. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ആ ഒരു വീട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ തയാലിനിയും സുവിദ്യയും എവിടെ പോയി? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്.
ശ്രീലങ്കയിലെ അരാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു തയാലിനി ദിലീപൻ ജനിച്ചു വളർന്നത്. അവർ ചെറുപ്പത്തിലെ തുടങ്ങി നന്നായിട്ട് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ചു, അവർക്ക് എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോബ് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ അവരുടെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവർക്ക് 2 മക്കളുണ്ടായി. അതിനുശേഷം ഹസ്ബൻഡുമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അവർ ഹസ്ബൻഡിൽ നിന്ന് പിരിഞ്ഞിട്ട് അതിനുശേഷം അവരൊരു സിംഗിൾ മദറായിട്ടായിരുന്നു 2 കുട്ടികളുടെ കാര്യവും നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊന്നും യാതൊരു കുറവും വരുത്താതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതായത് അത്രത്തോളം സ്റ്റഡീസിലും കാര്യങ്ങളിലും അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുത്ത് അങ്ങനെയായിരുന്നു അവർ 2 കുട്ടികളെയും വളർത്തി വലുതാക്കിയത്. പിന്നെ സ്വന്തം കുട്ടികളുടെ അടുത്ത് മാത്രമല്ല, അവരവരുടെ കോളേജിലെ കുട്ടികളുടെ അടുത്തും, അതായത് അവരുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തും അതേപോലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതായത് അവിടെയുള്ള കുട്ടികളുടെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാഡം ആയിരുന്നു ഇവരെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു വീട് വേണമെന്നുള്ളത് ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അവർ പൈസ ഒക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അങ്ങനെ ഒരു വീട് പണിയുന്നതും അതേപോലെ തന്നെ മകളുമായിട്ട് അങ്ങോട്ട് താമസം മാറുന്നതും. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഈ മകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളും ഇതേപോലെ തന്നെ അമ്മയുടെ പാത പിന്തുടർന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം തൻ്റെ അമ്മയെയും സഹോദരിയെയും കാണാതായിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അതേപോലെ തന്നെ പോലീസുകാരുടെ അടുത്ത് മറ്റൊരു കാര്യം കൂടെ ഈ ഒരു പയ്യൻ പറയുകയായിരുന്നു. ആൾക്ക് ഒരാളുടെ മേൽ സംശയമുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു അത്. 21 വയസ്സുള്ള ദിനകർ ദിവാകർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മേലായിരുന്നു ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന സമയം തുടങ്ങിയിട്ട് തൻ്റെ പെങ്ങളും അതേപോലെ തന്നെ ആ ഒരു പയ്യനും പ്രണയത്തിലായിരുന്നെന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമ്മയായിട്ടും സഹോദരിയായിട്ടും ഈ പയ്യൻ ഭയങ്കര അലമ്പായിരുന്നെന്നും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അയാളെ ഭയപ്പെടുത്തിയതാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു തരത്തിൽ ഈ പയ്യൻ പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു ദിനകർ ദിവാകറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കഴിഞ്ഞിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ തന്നെ പോലീസിന് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി. അതായത് ഈ ഒരു ദിനകർ ദിവാകർ പല സമയത്തായിട്ട് പോലീസിൻ്റെ പിടിയിലകപ്പെട്ടിട്ടുള്ള ആളാണ്. ഡ്രഗ് കേസിലും മറ്റുമൊക്കെ ആയിരുന്നു മെയിനായിട്ട് ആളെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ചെറിയ വിൽപ്പന കാര്യങ്ങളും അതേപോലെ തന്നെ ഡ്രഗ് യൂസ് ചെയ്തിട്ടും കയ്യിൽ വെച്ചിട്ടും അങ്ങനെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ആയിരുന്നു കൂടുതലും ആ ഒരു പയ്യൻ്റെ മേലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, തയാലിൻ്റെ മകൻ്റെ അടുത്ത് ഇവരുടെ റിലേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു പയ്യൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയണം. അതായത് ചെറുപ്പത്തിലെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഒരു പ്രണയത്തിലായത്. അതിനുശേഷം സ്കൂളിലത്തെ ടീച്ചേഴ്സ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നേരെ തന്നെ അമ്മയായിട്ടുള്ള തയാലിൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് കാര്യം പറയണം. അതായത് നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു പയ്യനായിട്ട് ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പയ്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കൂൾ ടൈമിൽ തുടങ്ങിയിട്ട് ആ പയ്യൻ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നതായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സ് തയാലിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ തയാലിന് തൻ്റെ മോളെ ഉപദേശിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും വേണ്ട, ആ പയ്യൻ തീരെ ശരിയല്ല, അവൻ്റെ സ്വഭാവം ഒന്നും ശരിയല്ല, ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരുപാടധികം കാര്യങ്ങൾ അവരമ്മ മകളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ പെട്ടെന്നുകൊണ്ട് അമ്മമാരൊന്നും പറയുന്നത് കേൾക്കില്ലല്ലോ. അപ്പോൾ സുവിദ്യ തൻ്റെ കാമുകൻ്റെ കൂടിയായിരുന്നു ആ ഒരു സമയത്ത് നിന്നത്. അങ്ങനെ വീട്ടിൽ സ്ഥിരം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സുവിദ്യക്ക് 18 വയസ്സായ സമയത്ത് വീട്ടിലറിയാതെ ആ ഒരു പെൺകുട്ടി ഈ ദിനകർ ദിവാകറുമായിട്ട് രജിസ്റ്റർ മാരേജ് കഴിക്കുകയായിരുന്നു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആകെപ്പാടെ തയാലിനിക്ക് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് സുവിദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ദിനകറിൻ്റെ കൂടെ പോവുമായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ ഈ ഒരു തയാലിനിയും അതുപോലെ തന്നെ സുവിദ്യയും തമ്മിൽ വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഹസ്ബൻഡുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അമ്മയുടെ അടുത്തോട്ട് തിരിച്ച് ഈ ഒരു മകൾ വരികയാണ്. ആ ഒരു പയ്യൻ തീരെ ശരിയല്ലാന്നും സ്ഥിരമായിട്ട് ഇതേപോലെ തന്നെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരെ അന്വേഷിച്ചു വരുന്നു. അതായത് തീരെ സുഖമില്ലാത്തൊരു ജീവിതമാണ് ആ ഒരു പയ്യൻ്റെ കൂടെ. അതായത് ചീത്ത കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെയാണ്, പല പല തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു സുവിദ്യ തിരിച്ച് അമ്മയുടെ അടുത്തോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു തയാലിനി മകളെ ചീത്ത പറയാനോ ഒന്നും ചെയ്യാനോ ഒന്നും പോയില്ല. പോട്ടെ, ഞാനന്നേ പറഞ്ഞാലേ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എന്തായാലും നീ വീട്ടിൽ നിൽക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സമാധാനിപ്പിച്ചിട്ടായിരുന്നു വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ആ ഒരു പെൺകുട്ടിയെ യാതൊരു തരത്തിലും ടോർച്ചർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ആ ഒരു സ്ത്രീ തൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ബാക്കി ഫ്യൂച്ചറിൽ എന്താണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിപാടികൾ നോക്കാം. എന്തായാലും നീ ലീഗലി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു ഡിവോഴ്സിന് ഫയൽ ചെയ്യാം. അപ്പോൾ അതുകൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു പ്ലാനിൽ മകളുടെ അടുത്ത് പറയാണ്. അതിന് ഈ ഒരു സുവിദ്യ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിയറിംഗ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്നുകൊണ്ടൊരു ദിവസം ഇതേപോലെ തന്നെ ഇവരെ കാണാതാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലീസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് അവരെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി.
പോലീസുകാർ അവരുടെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ മകന് വെറുതെ ഇരിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ പയ്യൻ്റെ രീതിയിലും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മയുടെ ATM-ൽ നിന്നും പൈസ ഡെബിറ്റ് ആയതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഈ ഒരു പയ്യന് വരുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജസും കാര്യങ്ങളും എല്ലാം തന്നെ ആ പയ്യൻ പോലീസുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അമ്മയുടെയും സഹോദരിയുടെയും ഫോണിലോട്ടും ഈ പയ്യൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ എന്തെങ്കിലും ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇവരെ, എവിടെയെങ്കിലും നിന്നും തപ്പി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജാഫ്നയിൽ നിന്ന് കിളിനോച്ച് വഴി ത്രിങ്കോമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അതായത് ഈ ഒരു പയ്യൻ കറക്റ്റ് ട്രാക്ക് ചെയ്തപ്പോൾ ആ ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പയ്യൻ തൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിലോട്ടും അമ്മയുടെ ഫോണിലോട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. 19-ാം തീയതി ഒരു പോയിന്റിൽ വെച്ചിട്ട് സിസ്റ്ററിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഓൺ ആവുകയാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും കൂടെ നേരെ തന്നെ ഈ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്തോട്ട് പാസ് ചെയ്യായിരുന്നു. അങ്ങനെ പോലീസുകാർ കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുകയാണ്. അവർ എവിടെ എത്തി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഈ കാണാതായ സുവിദ്യ വളരെ കൂളായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് അവരുടെ അടുത്തോട്ട് പോലീസുകാരെ പോവാതെ വേറെ നൈസായിട്ട് ചുറ്റുമൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു സുവിദ്യയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഈ ഒരു ദിനകറും അവിടെ ഒരു പുതിയ വീടെടുത്ത് താമസം തുടങ്ങിയ പുറത്തുനിന്ന് വന്നൊരു കപ്പിളാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സ്കെച്ചിലാണ് ആ ഒരു എന്താ പറയുക തയാലിനിയെ കാണാതായിട്ടുള്ളത് എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ട് ആ സമയത്ത് തന്നെ പോലീസുകാരെത്തുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവരെ വളയുകയാണ്. പോലീസുകാരുണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലായി. അടുത്തതായി പോലീസിൻ്റെ ചോദ്യം അമ്മ എവിടെയെന്നുള്ളതായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത്. അപ്പോഴാണ് ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോലീസിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ആ ഒരു സ്ത്രീയുടെ മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു. സ്വന്തം അമ്മയുടെ ബോഡി ഡംപ് ചെയ്ത സ്ഥലം ആ ഒരു പെൺകുട്ടി പോലീസിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. പോലീസുകാർ ആ ഒരു ഏരിയ അപ്പോൾ തന്നെ സെക്യൂർ ചെയ്യാണ്. അതിനുശേഷം തെളിവെടുപ്പുകൾ കാര്യങ്ങളൊക്കെ നടത്തി ഉടനെ തന്നെ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ 2 ദിവസം മുൻപാണ് മരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അതേപോലെ തന്നെ കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ ഇവർ രണ്ടുപേരെയും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സുവിദ്യയും അതേപോലെ തന്നെ ദിനകർ ദിവാകറും അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് തുടങ്ങി. സ്കൂൾ ടൈമിലായിരുന്നു ഇവരുടെ പ്രണയവും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അതിനുശേഷം വിവാഹപ്രായമായപ്പോൾ വീട്ടുകാരുടെ എതിർപ്പൊന്നും വകവെക്കാതെ ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ഒരു പയ്യൻ്റെ സ്വഭാവവും കാര്യങ്ങളൊന്നും ശരിയില്ലാത്തതുകൊണ്ട് ഈ പെൺകുട്ടിയുമായിട്ട് സ്ഥിരമായിട്ട് അടിയൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തൻ്റെ അമ്മയായിട്ടുള്ള തയാലിനി ദിലീപിൻ്റെ അടുത്ത് വന്ന് കയറ്റി കരയുന്നതും അതിനുശേഷം അമ്മ ഒരു പെൺകുട്ടിയെ അക്സെപ്റ്റ് ചെയ്യുന്നതും പിന്നീട് വേറുള്ള കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ മകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ത്രീ നിലകൊള്ളുന്നതും അതേപോലെ തന്നെ ഒരു ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്നതും. എന്നാൽ ഈ ഒരു കേസിൻ്റെ ഹിയറിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ദിനകർ ദിവാകർ എന്ന് പറയുന്ന പയ്യൻ നേരെ ഈ ഒരു സുവിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ഷമയായിരുന്നു അയാൾ പറയുന്നുണ്ടായിരുന്നത്. അതായത് ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ എന്തായാലും ഫുള്ളായിട്ട് മാറി, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെയുള്ള മെസ്സേജുകൾ. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ച് വീണ്ടും സംസാരം തുടങ്ങുകയാണ്. അങ്ങനെ വീണ്ടും ഇവർ പാച്ചപ്പ് ആവുകയാണ്. എന്നാൽ ഈ ഒരു സൈറ്റിൽ ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ പാച്ചപ്പായ കാര്യം ഈ ഒരു തയാലിനി ദിലീപിനെ അറിഞ്ഞിട്ടുമില്ല. മകളെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം, അവൾ ഇനിയും പഠിപ്പിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുവിദ്യയുടെ വീട്ടിലോട്ട് അന്നത്തെ ദിവസം ദിനകർ ദിവാകർ എത്തുന്നത്. അപ്പോൾ ഈ പയ്യന് അന്ന് തയാലിനി ദിലീപിനെ കൊല്ലാനായിട്ടുള്ള യാതൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു പയ്യൻ പോലീസിൻ്റെ അടുത്ത് കൊടുത്ത വഴി. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാനായിട്ടായിരുന്നു ആ ഒരു പയ്യൻ വീട്ടിലോട്ട് എത്തിയത്. അതിനുശേഷം ഇവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, ഇനിയിപ്പോൾ ഡിവോഴ്സിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു, അതിനിപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി പയ്യൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്, അതെന്തായാലും ഇനി നടക്കൂല, കാരണം എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനിയിപ്പോൾ ഈ ഒരു ബന്ധം ഇത്രയും പ്രശ്നമായി തിരിച്ചു വന്നിട്ടും പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. അപ്പോൾ ഇതിനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ ഇല്ലാതാക്കുന്നതാണെന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പെൺകുട്ടി പയ്യൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടാണ് പയ്യൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള പണവും സ്വർണവും എല്ലാം നമുക്ക് മോഷ്ടിച്ചു കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും അമ്മയും ചേട്ടനൊന്നും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം. അപ്പോൾ പിന്നെ വേറെ സീനുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നെ ആരും നമ്മൾ അന്വേഷിച്ച് വരില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. പയ്യൻ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നേരെ അപ്പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ആ ഒരു തയാലിനി ദിലീപിൻ്റെ മുറിയിലോട്ട് പോവുകയായിരുന്നു. ഈ പെൺകുട്ടി ആ സ്വന്തം അമ്മയുടെ കാല് പിടിച്ചു, ഈ പയ്യൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു.
അതിനുശേഷം ആ പയ്യൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതിനുശേഷം വേറൊരു കാറ് റെൻറ്റിനെടുത്ത് തിരിച്ചു വന്നു. എന്നിട്ട് ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് അതിനുശേഷം കാറിലാക്കിയിട്ട് നേരെ തന്നെ ജാഫ്നയിൽ നിന്ന് കിളിനോച്ച് വഴി തൃങ്കോമാലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാട് നിറഞ്ഞ ഏരിയ എത്തിയപ്പോൾ അവർ ആ ഒരു ബോഡി കുഴിച്ചിടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ഒരു മൺവെട്ടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കുഴിക്കുന്നതിൻ്റെ ഇടയിൽ മൺവെട്ടി ഒടിഞ്ഞു പോയതുകൊണ്ട് തന്നെ ബോഡി മറവ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ആ ഒരു കാട്ടിൽ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അവർ നേരെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ സ്വർണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അവിടെ നിന്ന് കിട്ടിയ പൈസ യൂസ് ചെയ്തിട്ടും ഇവർ ഒരു വീടും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം തന്നെ റെഡിയാക്കുകയായിരുന്നു. ഇതാണ് ഈ ഒരു ദിനകർ ദിവാകർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാൽ ഈ പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവനാണ് വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞിട്ട് അമ്മയെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയെ കൊല്ലാം എന്നുള്ളൊരു കാര്യം പറയുന്നതും അതിനുശേഷം ഇവൻ തന്നെയാണ് മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എനിക്ക് ഇവൻ്റെ കൂടെ നിൽക്കല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് ആ പെൺകുട്ടി പോലീസിൻ്റെ അടുത്ത് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ജയിലിലുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe.